നമസ്കാരം. ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഫയലുകൾ പെട്ടെന്ന് തീർപ്പാക്കുക സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി. മേഖലാ അവലോകന യോഗങ്ങൾ ജനങ്ങളുടെ ഗുണം കാംക്ഷിച്ചെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് ജനങ്ങൾക്കാണ് അതിൻ്റെതായ ഗുണം ലഭിക്കുക. നമ്മുടെ ഇത്തരം യോഗങ്ങൾ പൊതുവെ നാടിൻ്റെ മുന്നോട്ട് പോക്കിന് വലിയ ചാലകശക്തിയായി മാറുന്നുണ്ട് എന്നുള്ളതാണ് അനുഭവം. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയിൽ അഭിപ്രായം തേടി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗവർണറുടെ അധികാരങ്ങൾ സംബന്ധിച്ച് 14 കാര്യങ്ങൾ വ്യക്തമാക്കണമെന്ന് ചീഫ് ജസ്റ്റിസിനോട് രാഷ്ട്രപതിയുടെ ചോദ്യം ആർട്ടിക്കിൾ 143 പ്രകാരമുള്ള അധികാരത്തിൽ. KPCC നേതൃമാറ്റത്തിൽ പൊട്ടിത്തെറിച്ച കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു പിന്നിൽ സ്വാർത്ഥ താൽപര്യമുള്ള ചില നേതാക്കൾ. തന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ല. സണ്ണി ജോസഫ് തന്റെ നോമിനി എന്ന വാദം അടിസ്ഥാനരഹിതമെന്നും തുറന്നടിച്ച സുധാകരൻ. KPCC പുനഃസംഘടനയിലെ ഗ്രൂപ്പുകളിൽ അതൃപ്തി. മുതിർന്ന നേതാക്കളും പ്രതിഷേധത്തിൽ. എ ഗ്രൂപ്പിന്റെ രഹസ്യയോഗം MM ഹസന്റെ വസതിയിൽ ചേർന്നു. സമ്പൂർണ്ണ പുനഃസംഘടനയിലും തഴയപ്പെടുമെന്ന ആശങ്കയിൽ ഒരു വിഭാഗം. ആശമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതി രൂപീകരിച്ച സംസ്ഥാന സർക്കാർ. സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന് ശുപാർശ നൽകും. സർക്കാർ നടപടി ആശമാർക്ക് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ. മലപ്പുറത്ത് കടുവയുടെ ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. കാളിക്കാവിൽ ടാപ്പിംഗ് തൊഴിലാളിയായ യുവാവിനെ കടുവ കടിച്ചുകൊല്ലുകയായിരുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ. കടുവയുടെ ആക്രമണം ദൗർഭാഗ്യകരമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പുലിയെ പിടികൂടി കൂട്ടിലടയ്ക്കുമെന്നും ജാഗ്രത പാലിക്കണമെന്നും വനമന്ത്രി. അതുകൊണ്ടാണ് ഭാഗികമായി ശരിയാണെന്ന് ഞാൻ പറഞ്ഞത്. അത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തി. ഏതായാലും ഇന്ന് അവിടെ സ്ഥലത്ത് എത്തിച്ചേരുന്ന CC സെൻട്രൽ സർക്കിൾ CCF അവിടെ എത്തും. ഇപ്പോൾ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായും MLA-മാരുമായും ഒക്കെ ചർച്ച ചെയ്ത് പരിഹാരം കാണാനുള്ള ശ്രമങ്ങളാണ് നടക്കുക. വയനാട് പിലാക്കാവിൽ വനത്തിനുള്ളിൽ കാണാതായ ലീലയെ കണ്ടെത്തിയത് 2 ദിവസം നീണ്ട തെരച്ചിലിനൊടുവിൽ. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധം മാതൃകയായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് കേന്ദ്രം പുറത്തുവിട്ട കോവിഡ് മരണനിരക്കെന്ന് ആരോഗ്യ വിദഗ്ധൻ KP അരവിന്ദൻ. വ്യാജപ്രചാരണങ്ങൾ പൊളിഞ്ഞെന്ന് KK ശൈലജ ടീച്ചർ. കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന് വീണ്ടും കുറയും. ലോക മാതൃക തന്നെ ആയിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി കഴിയും. അതിന് യാതൊരു മടിയും കൂടാതെ പറയേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ അഭിമാനിക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഡോക്ടർമാരുടെ മരണത്തിൻ്റെ കണക്ക് IMA ശേഖരിച്ചിരുന്നു. അതിൽ മരണം തീരെ ഇല്ലാതിരുന്ന ഒരേ ഒരു സ്ഥലം കേരളമായിരുന്നു. അത് ഈ പ്രൊട്ടക്ഷൻ വാങ്ങിക്കൊടുത്തുകൊണ്ടാണ്. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ മധ്യപ്രദേശ് മന്ത്രിയെ സംരക്ഷിച്ച് BJP. വിജയ് ഷാക്കെതിരെ നടപടിയില്ല. ഹൈക്കോടതി ഇടപെടലിൽ കേസെടുത്തു പോലീസ്. ജമ്മുകശ്മീരിലെ പുൽവാമയിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 3 ജെയ്ഷെ ഭീകരർ കൊല്ലപ്പെട്ടു. സുരക്ഷ വർദ്ധിപ്പിച്ച സൈന്യം. മണിപ്പൂരിൽ സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 10 മാവോയിസ്റ്റുകളെ വധിച്ചു. ഏറ്റുമുട്ടലുണ്ടായത് മണിപ്പൂരിലെ ചന്ദേൽ ജില്ലയിൽ
കൊല്ലപ്പെട്ടവരിൽ നിന്നും ആയുധശേഖരം കണ്ടെടുത്തു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മു കശ്മീരിൽ ശ്രീനഗറിൽ സായുധ സേനയിലെ സൈനികരുമായി കൂടിക്കാഴ്ച നടത്തി. സൈനികരെ അഭിനന്ദിച്ച് രാജ്നാഥ് സിംഗ്. വഞ്ചിയൂരിൽ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ ബാർ അസോസിയേഷന്റെ പ്രത്യേക ജനറൽ ബോഡി യോഗം ബേലിൻ ദാസിനെതിരായ അഭിഭാഷകയുടെ പരാതി ചർച്ച ചെയ്യും. തുടർ നടപടി യോഗത്തിൽ വിശദമായി പരിശോധിക്കും. പ്രതി ബേലിൻ ദാസിനായി അന്വേഷണം ഊർജിതം. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ CISF ഉദ്യോഗസ്ഥർ പിടിയിൽ. ഐവിൻ ജിജോയെ കൊലപ്പെടുത്തിയത് വാഹനങ്ങൾ ഉരസിയ തർക്കത്തെ തുടർന്ന്. ഐവിനെ കാറിന്റെ ബോണറ്റിലിട്ട് 1 കിലോമീറ്ററോളം ഓടിച്ചുപോയെന്ന് അങ്കമാലി നഗരസഭാ കൗൺസിലർ ഏലിയാസ്. ഇവിടെ നിരവധി CSF താമസിക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. അവരോടൊക്കെ എല്ലാവരും വലിയ ലോകത്തിൽ പോകണമാണ്. ഇനി എന്ത് വേണോ നാട്ടുകാരെ ആലോചിക്കൽ വരും. കാരണം ഒരു കാര്യമില്ലാതെ ഒരു നിരപരാധിയുള്ള ചെറുപ്പക്കാരനെ കൊന്നു എന്നാണ്. അതായത് അവിടെ വാഹനത്തിൽ സൈഡ് കൊടുക്കുമ്പോൾ തർക്കമുണ്ടായി. അതിനുശേഷം ആളെ ഇടിച്ചു ബോണറ്റിലേക്ക് ആൾ വീഴാണ് ചെയ്തത്. അവിടുന്ന് ഇവിടം വരെ ഈ ബോണറ്റിലിരുത്തി ആളെ കുടുംബമാണ് ഇവിടെ. ഏകദേശം നേരെ വരാണെങ്കിൽ 1 കിലോമീറ്റർ ഇല്ല, എന്നാലും ഒരു 1 കിലോമീറ്റർ തൊട്ട് താഴെ ദൂരം ഉണ്ട്. അത് അപ്പോൾ എന്തായാലും വളരെ സാധാരണമായിട്ട് സംഭവമാണ്. വഖഫ് നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കും. 3 വിഷയങ്ങളിൽ സത്യവാങ്മൂലം സമർപ്പിച്ചെന്ന് കേന്ദ്രം. നിയമം നടപ്പാക്കില്ലെന്ന് കേന്ദ്രം ഉറപ്പു തുടരണമെന്നും നിർദ്ദേശം. വയനാട് കമ്പളക്കാട് ബസ് വീടിന്റെ മുറ്റത്തേക്ക് മറിഞ്ഞു. അപകടം വർക്ക്ഷോപ്പിൽ എയർലോഡ് ചെയ്യവേ. ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണം. കുമളി മൂന്നാർ പാതയിൽ കടകൾ തകർത്തു. നെയ്യാറ്റിൻകരയിൽ നിർത്തിയിട്ട ഇലക്ട്രിക് സ്കൂട്ടർ കത്തി നശിച്ചു. CCTV ദൃശ്യങ്ങൾ പുറത്ത്. തിരുവല്ലയിൽ ബസ് നിയന്ത്രണം വിട്ട് വിദ്യാർത്ഥികളെ ഇടിച്ചു. ആർക്കും ഗുരുതര പരിക്കില്ല. അപകടമുണ്ടായത് ബസിന്റെ ആക്സിലൊടിഞ്ഞ്. കോന്നി MLA കെ ജനീഷ് കുമാർ പ്രതികരിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയെന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. അപ്പം ഇവിടെ നമ്മൾ മാറ്റേണ്ടത് ഈ കേന്ദ്രത്തിൻ്റെ നിയമങ്ങളാണ്. കേന്ദ്ര സർക്കാർ ഇവിടെ എടുക്കുന്ന നയം ഒരു കാടൻ നയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളോടൊപ്പം നിൽക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടമയാണ്. ബാലരാമപുരത്ത് 2 വാഹനാപകടത്തിൽ 3 മരണം. അപകടമുണ്ടായത് മിനി ലോറിയും സ്കൂട്ടറും ഇടിച്ച്. മരിച്ചവരിൽ സ്കൂട്ടർ യാത്രക്കാരായ 2 യുവാക്കൾ.
ആലപ്പുഴ കൊമ്മാടി ബൈപ്പാസിൽ ലോറികൾ കൂട്ടിയിടിച്ച അപകടത്തിൽ ഡ്രൈവർമാരിൽ ഒരാൾ മരിച്ചത് കൊല്ലം സ്വദേശി റെനീഷ്. കോഴിക്കോട് അറപ്പുഴയിൽ ഡിവൈഡറിലിടിച്ച് കാർ കത്തി അപകടം. അറപ്പുറ പാലത്തിന് സമീപം ദേശീയപാതയിൽ. സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുന്നു. കുറഞ്ഞത് 1560 രൂപ. പവന് വില 68,880 രൂപ. ഗ്രാമിന് 195 രൂപ കുറഞ്ഞ് 8610-ലെത്തി. എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് കൊല്ലത്തും പ്രൗഢോജ്വല തുടക്കം. ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ലോകോത്തര നിലവാരത്തിൽ ഉയർന്ന് തിരുവനന്തപുരത്തെ റോഡുകൾ. സ്മാർട്ട് റോഡുകൾ നാളെ മുഖ്യമന്ത്രി നഗരത്തിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട്. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ റയൽ മാഡ്രിഡിന് ജയം. മയോർക്കയെ തോൽപ്പിച്ചത് 2-1.